അധിനിവേശ കാശ്മീരിൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ നീക്കം വളരെ നിർണായകമാണ്. കാരണം ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ POKയിൽ പാകിസ്ഥാനും ചൈനയും കൈകോർക്കുമ്പോൾ ഇന്ത്യ ജാഗ്രത പാലിക്കണം. 1963 അതിർത്തി കരാർ പ്രകാരം പാകിസ്ഥാൻ ചൈനയ്ക്ക് സമ്മാനിച്ച ഷക്സഗാം വാലിയിലാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി സജ്ജമാകുന്നത്. കാരക്കോറം മേഖലയുടെ ഭാഗമായി ഇവിടെ ചൈന വ്യാപകമായി സൈനിക ആവശ്യത്തിനുള്ള പദ്ധതികളും സജ്ജമാക്കുന്നുണ്ട്. ഈ പറയുന്ന 1963 അതിർത്തി കരാർ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെന്നും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി നിയമവിരുദ്ധവും അസാധുവാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. CPECയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ഷക്സഗാം താഴ്വരയിലും ഇടനാഴി നിർമ്മിക്കുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവ പൂർണ്ണമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ചൈന പാകിസ്ഥാൻ അതിർത്തി കരാറോ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയോ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യം പാകിസ്ഥാനെയും ചൈനയും പലവട്ടം അറിയിച്ചു. ഈ പ്രദേശത്ത് അനധികൃതമായി മാറ്റങ്ങൾ വരുത്തുന്നതിനെതിരായ ശക്തമായ പ്രതിഷേധവും ഇന്ത്യ നിരന്തരം അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഷക്സഗാം വാലി പൂർണ്ണമായും ഇന്ത്യയുടേതാണെന്നും രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധിനിവേശ കാശ്മീരിൽ ഏകദേശം 590 കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് കാരക്കോറം. ചൈനയാകട്ടെ ഇന്ത്യൻ അതിർത്തികളോട് ചേർന്ന് നുഴഞ്ഞുകയറ്റം നടത്തി വ്യാപകമായി സൈനിക സാന്നിധ്യം ഉയർത്തുകയാണ്. ഇക്കാര്യത്തിലുള്ള ശക്തമായ പ്രതിഷേധവും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പാക് അധിനിവേശ കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഷ്കർ-ഇ-തൊയ്ബ വർദ്ധിപ്പിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് മുമ്പ് പുറത്തു വന്നിരുന്നു. നീലം താഴ്വരയോട് ചേർന്ന പ്രദേശത്ത് ഭീകരപ്രവർത്തനങ്ങൾക്കൊന്ന് സംശയിക്കാവുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഫോട്ടോകളും അന്ന് പുറത്തു വന്നിരുന്നു. ലഷ്കർ-ഇ-തൊയ്ബ ഷാർദ പ്രദേശത്ത് നിർമ്മിക്കുന്ന പുതിയ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. നവംബറിൽ നിർമ്മാണം ആരംഭിച്ച ഈ കേന്ദ്രം മതപരമായ ആരാധനാലയവും ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററായും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തതായിരുന്നായിരുന്നു സൂചന. ഇത്തരത്തിൽ 4 കേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാക് അധീന കാശ്മീരിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ പാക് അധീന കാശ്മീരിന്റെ ചരിത്രം എന്നത് 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ കാശ്മീർ യുദ്ധത്തെ ചുറ്റിപ്പറ്റിയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജമ്മു കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു. അന്ന് അതിന്റെ ഭരണാധികാരിയായിരുന്നത് മഹാരാജ് സിംഗ് ആയിരുന്നു. അദ്ദേഹം ആദ്യം സ്വതന്ത്രനായി തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം കടന്നുകയറിയപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ചേരാൻ തീരുമാനിക്കുകയും ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻ ഒപ്പുവെക്കുകയും ചെയ്തു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി. വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും നിയന്ത്രണ രേഖ രൂപീകരിക്കുകയും ചെയ്തു. ഇതിൽ പാകിസ്ഥാന്റെ ഭാഗം POK എന്നറിയപ്പെട്ടു. പിന്നീട് 1947-48 കാശ്മീർ യുദ്ധത്തെ തുടർന്ന് ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി. ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ എന്ന് വിളിക്കുന്നു. ഈ പ്രദേശം പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്: ആസാദ് ജമ്മു കാശ്മീർ, ഗിൽജിത് ബാൽട്ടിസ്ഥാൻ എന്നിങ്ങനെ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.